ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ, പിന്നെ ഡേ ഇൻ മൈ ലൈഫ്, ഒരു ക്യാമ്പ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച് ഫ്രഷപ്പ് ഒക്കെ ആയി, എന്നിട്ട് രാത്രി ഉറക്ക തീരെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ചെറിയൊരു ഐ മാസ്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐ മാസ്ക് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വെച്ച് എന്നിട്ട് റിമൂവ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഫേസിലേക്ക് മോയ്സ്ചറൈസർ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ലോണം ഫേസിലും നെക്കിലും ഇയർസിനൊക്കെ നല്ലോണം അപ്ലൈ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ക്യാമ്പ് ആയതുകൊണ്ട് പുറത്താണ് ഉണ്ടാവുക, അതുകൊണ്ട് നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് വിൻ്റർ സീസൺ. അപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഞാൻ ലിപ് ബാമിന് പകരം വാസ്ലിനാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ നല്ല മോയ്സ്ചറൈസേഷൻ കിട്ടും. പിന്നെ ഹെയറൊക്കെ ടൈ ചെയ്തു. എന്നിട്ട് ചെറിയൊരു മേക്കപ്പ് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ഞാൻ ഇടുന്നത് ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റാണ് കേട്ടോ. നല്ല പിഗ്മെൻറ്റഡ് ആണ്, അതുകൊണ്ട് ഒരു 2 to 3 ഡോട്ട്സ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇട്ടിട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വീട്ടിൽ നോർമൽ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പൗഡർ വെച്ചിട്ട് ഫേസ് ഫുള്ളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴേക്ക് നേരത്തെ വാസ്ലിനൊക്കെ ഡ്രൈ ആയിട്ടുണ്ടാവും, എന്നാൽ കൂടി ഞാൻ ചെറുതായിട്ടൊരു ടിഷ്യൂ എടുത്തിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, റെസിഡ്യൂ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഒരു ലിപ്പ് ലൈനർ ഇട്ട് അപ്ലൈ ചെയ്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്, ഡാർക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതും അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഐലൈനർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ക്യാമറയിൽ നോക്കിയിട്ട് ഇടാൻ എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് ഇട്ടത്. അതിനുശേഷം മഹറൊക്കെ ഇട്ട്, പിന്നെ മെഡിക്കൽ ആയതുകൊണ്ട് ഒബ്വിയസ്ലി ഏപ്രോൺ ഇടണം. ഞാൻ ഏപ്രോണൊക്കെ ഇട്ട് റെഡി ആവുകയാണ്. പിന്നെ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്താട്ടോ ക്യാബ് വരിക, അപ്പോൾ അവിടത്തേക്ക് നമ്മൾ പോകണം. അപ്പോൾ ഇവിടെ വീട്ടിനടുത്ത് തന്നെയാണ്. അങ്ങനെ ഞാൻ വാച്ചൊക്കെ കെട്ടി ഹിജാബൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഫുൾ റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങി. വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിലെത്തി, അവർ പിക്ക് ചെയ്തിട്ട് ക്യാമ്പിലേക്ക് ഡ്രോപ്പ് ചെയ്തു. അംഗൻവാടിയിലാട്ടോ ക്യാമ്പ് ഉണ്ടായത്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായി. അങ്ങനെ നമ്മളൊക്കെ വന്ന് മാസ്ക് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് പ്രിപ്പയർ ആയി. പിന്നെ ഞാൻ എന്ത് ക്യാമ്പാന്ന് പറയാൻ വിട്ടുപോയി. അപ്പോൾ പോളിയോ ക്യാമ്പാട്ടോ ഉണ്ടായത്. അങ്ങനെ എല്ലാം പ്രിപ്പയർ ചെയ്തു. ഇതെൻ്റെ ഫ്രണ്ട്സാണ്. പിന്നെ ഹെൽത്ത് ഒക്കെ മാം ഉണ്ടായി, അതിൻ്റെ അപ്പുറം അംഗൻവാടി ടീച്ചറുണ്ടായി. അങ്ങനെ കുട്ടികളൊക്കെ വരാൻ തുടങ്ങി, ഡ്രോപ്സും മാർക്കിങ്ങും ഒക്കെ ആയി. അങ്ങനെ ഡ്യൂട്ടി തുടരുന്നു. അതിനുശേഷം അറൗണ്ട് ഉച്ചയായ സമയത്ത് തിരക്കൊക്കെ കുറഞ്ഞു, ഓൾമോസ്റ്റ് കുട്ടികളൊക്കെ വന്നു പോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഫുഡൊക്കെ എത്തിച്ചു. അപ്പോൾ ഒരു ഫുഡൊക്കെ കൊണ്ടു തന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരുന്നിരുന്നു. പിന്നെ ഡ്യൂട്ടി കഴിയാൻ ഓൾമോസ്റ്റ് 5 മണിയായി. അതിനുശേഷം ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. ക്യാബിന് എത്തിയിട്ടുണ്ടായില്ല പിക്ക് ചെയ്യാൻ, അപ്പോൾ അതുകൊണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടേക്ക് കെയർ.